ദൈവത്തിൻ്റെ പ്രതിപുരുഷന് മുമ്പിൽ ആത്മപ്രണാമം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കൺവെൻഷനുകളിലെ ശൃംഗേരിയായി മാറിക്കൊണ്ടിരിക്കുന്ന മനക്കൽ ചിറ കൺവെൻഷൻ്റെ സമാപന ദളത്തിലേക്ക് കടക്കുന്ന ഇന്നത്തെ ഈ യോഗത്തെ നയിക്കുന്ന ഏറെ ബഹുമാന്യനായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഊർജ്ജസ്വലനായ ശ്രീ സന്തോഷ് ഐക്കര ചിറ അവറുകളെ, നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം ആരാധ്യനായിട്ടുള്ള സംപൂജ്യ സ്വാമിജി ശിവബോധാനന്ദ സ്വാമികൾ, വേദിയെ സമ്പന്നമാക്കുന്ന നമ്മുടെ സീനിയർ നേതാക്കന്മാരായ രവീന്ദ്രൻ സാറ്, ഇതിൻ്റെ ചെയർമാൻ കൂടിയാണ്, SNDP യോഗത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലെ നിത്യയൗവന വസന്തമായ ശ്രീ PS വിജയൻ സാർ അവറുകൾ, ഇന്ന് ഇവിടെ എത്തി ആശംസകൾ അർപ്പിച്ച ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ ഏറെ പ്രിയമുള്ള പ്രസിഡന്റ് ശ്രീ അജുലാൽ സാറ്, ശാന്ത സൗമ്യമായ സ്വാഗതം ആശംസിച്ച ഏറെ പ്രിയമുള്ള സഹോദരനയ്യപ്പൻ മേഖലയുടെ കൺവീനർ രാജേഷ് ശശിധരൻ അവറുകൾ, ഈ പ്രവർത്തനങ്ങളെ നയിക്കുന്ന സന്തോഷ് ശാന്തികൾ, അഡ്വക്കേറ്റ് അനീഷ് VS, മറ്റ് ബഹുമാന്യരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള സംഘടനയുടെ ഭാരവാഹികൾ, വിവിധ മേഖലയുടെ നേതാക്കന്മാർ, വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാർ, ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെയും വൈദിക സമിതിയുടേതും ഉൾപ്പെടെയുള്ള സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ, മണിമലയാറിൻ്റെ തീരത്തേക്ക് ഒരു പുഴ പോലെ ഒഴുകിയെത്തിയ ആരാധ്യരായിട്ടുള്ള സജ്ജനങ്ങളെ, മറ്റ് ബഹുമാന്യരെ, എല്ലാവർക്കും ആദരവോടെ നമസ്തേ. മണിമലയാറിൻ്റെ തീരത്തെ ശാന്തഗംഭീരമാക്കുന്ന ഒരു ഭാഗത്തുനിന്ന് ഇടങ്കാറ്റടിക്കുമ്പോൾ മറുഭാഗത്ത് പ്രകൃതി രമണീയത നിലനിന്ന് നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ശാന്തസൗമ്യവുമായി ഗതാഗത സഞ്ചാരമുള്ള ഒരു പവിത്രമായ ശ്രീനാരായണ കൺവെൻഷനാണ് മനക്കൽ ചിറ ശ്രീനാരായണ കൺവെൻഷൻ. അതിൻ്റെ ഒരുപാട് തലങ്ങളിൽ ഈ മണ്ണിലേക്ക് വരുവാൻ കാരുണ്യവാനായ ഗുരുദേവൻ്റെ അനുഗ്രഹമുണ്ടായി. ഇത്തവണയും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ മണ്ണിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞു. അതൊരു സൗഭാഗ്യമായി ഞാൻ അഭിമാനത്തോടു കൂടി കരുതുകയാണ്. ലോകം മുഴുവൻ അറിയുകയാണ് മനക്കൽ ചിറ കൺവെൻഷനെ കുറിച്ച്. കാരണം അതിൻ്റെ മീഡിയ സെല്ല്, അതിഗംഭീരമായി പ്രവർത്തിക്കുന്ന ഒരു മീഡിയ സെല്ലുണ്ട്. അങ്ങനെ മനക്കൽ ചിറ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ സെക്ഷനിലേക്കായിരുന്നു എന്നെ ആദ്യം ക്ഷണിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സാങ്കേതികമായി ഉച്ച കഴിഞ്ഞ് സമാപന സമ്മേളനമായപ്പോൾ രാവിലത്തേക്ക് മാറ്റി ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ രാവിലെ ഒരു മീറ്റിംഗ് ഏറ്റിരുന്നു, ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്. പക്ഷേ അവരെന്നെ വിളിച്ചു, സാർ രാവിലെ നിങ്ങൾ മനക്കൽ ചിറ കൺവെൻഷൻ. ഞാൻ ചോദിച്ചു എങ്ങനെ അറിഞ്ഞു? അത് അറിയാത്ത ആരാ ഉള്ളത് എന്ന് പറഞ്ഞാൽ സംഘടനാ സ്നേഹികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം മനക്കൽ ചിറയിൽ നടക്കുന്നത് വിരൽത്തുമ്പിലെ വിസ്മയത്തിലൂടെ ലോകമെമ്പാടും എത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ്. അത് അതിൻ്റെ സമാപിതി ഭാഗത്തേക്ക് കിടക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ SNDP യോഗത്തിൻ്റെ ഒരു നേതാവുമായിട്ട് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു, ഞാൻ മനക്കൽ ചിറ കൺവെൻഷൻ ഇരിക്കാമെന്ന് ചോദിച്ചു. അത് ഇതുവരെ തീർന്നില്ലേ? കാരണം ഒരുപാട് നാളായിട്ട് മനക്കൽ ചിറ കൺവെൻഷൻ നടക്കുന്നതായിട്ട്. കാരണം ഇതിൻ്റെ വിഗ്രഹ ഘോഷയാത്രയാവട്ടെ നിരന്തരമായ ഒരു പ്രക്രിയയാക്കി മാറ്റിക്കൊണ്ട് ഇതിനെ ഒരു സാധനാനിഷ്ഠമായ പ്രവർത്തനമായി ഇന്നലകളിൽ നിന്ന് ലഭിച്ച സംഘടനാ വീര്യത്തിലൂടെ ഇന്നത് കൂടുതൽ ഊർജ്ജസ്വലമായി 2025 വരുമ്പോൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇന്നത്തെ പ്രവർത്തനങ്ങൾ നയിക്കുന്നത് സഹോദരനയ്യപ്പൻ മേഖലയാണ്. ഞാനും ആ മേഖലയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ശ്രീ സന്തോഷ് ജിയുടെയും അതുപോലെ തന്നെ
രാജേഷ് ശശിധരൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നാഗമ്പടത്തെ തേന്മാവിൻ്റെ സവിധത്തിൽ നിന്ന് ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇവിടേക്കുള്ള ദീപപ്രയാണം. ഇവിടെ ജ്വലിച്ചു നിൽക്കുന്ന ദീപം തുടങ്ങിയത് അവിടെ നിന്നുമാണ്. ആ ദീപം തിരിതെളിയിക്കുമ്പോൾ അതിന് അവിടെ വന്ന് ഞാൻ രാജാക്കാട് നിന്ന് വന്ന് രാവിലെ രാജാക്കാട് നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോൾ 7 മണിയായി. 8 മണിയെന്ന് ആ സമയം ഞങ്ങൾ അവിടെ അറിഞ്ഞത്. ഞാൻ 8 മണിയല്ലേ എന്നോർത്ത് സ്വാഭാവികമായ ആലസ്യത്തിൽ വരുമ്പോൾ 7 മണിക്ക് നല്ല കുളിച്ച് കുട്ടപ്പന്മാരായി കുറിയും തൊട്ട് മഞ്ഞ വസ്ത്രവുമൊക്കെ ധരിച്ചു ഒരുപാട് ആളുകൾ അവിടെ ഏതാണ്ട് 100-ൽ പരം ആളുകൾ ആ നാഗമ്പടത്തേക്ക് വന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഡെഡിക്കേഷൻ എത്രയുണ്ടെന്ന്. സഹോദരൻ അയ്യപ്പൻ മേഖലയ്ക്ക് വലിയൊരു അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുക. അപ്പോൾ അവിടെ നിന്നും ആരംഭിച്ച ദീപജ്യോതി പ്രയാണമാണ് ഇവിടെ പ്രതിഷ്ഠാപിതമാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ തുടക്കത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യവും ഇത്തവണ എനിക്കുണ്ടായി. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് യുവത്വത്തിൻ്റെ ശോഭ നൽകുന്ന ചിന്തകൾ, അനുഭവങ്ങൾ ഈ കൺവെൻഷനുമായി ഇത്തവണ പങ്കുവെക്കുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അങ്ങനെയുള്ള ഒരു സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവിടെ SNDP യോഗവും യുവത്വവും എന്ന് പറയുന്ന ഒരു വിഷയമാണ് സംഘാടകർ എനിക്ക് നൽകിയിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സെല്ലാം യുവാക്കളുടേതായി മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ യുവാക്കളാവുന്നത് കൊണ്ടാണ് ഈ സദസ്സിലിരിക്കുന്നവരൊക്കെ നിരന്തരമായി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ ശരീരഭാഷ കൊണ്ട് യുവാവായിട്ട് തോന്നുന്ന ഒരാളേ ഉള്ളത് ഗുരുവരത്തിലെ രാജേഷാണ്. നല്ല വെള്ളയൊക്കെ ഇട്ട് മിടുക്കനായിട്ടുണ്ട്. ബാക്കി എല്ലാവരും കാഴ്ചയിൽ ഫ്രണ്ടിലിരിക്കുന്നവർ നമ്മുടെ ശരീര സങ്കല്പം അനുസരിച്ച് ചെറുപ്പക്കാരാണ്. അല്ല, അവർ പ്രായത്തിൽ ശരീരത്തിൽ പല ഭാഗങ്ങളുണ്ടല്ലോ അല്ലേ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഭാവത്തിലിരിക്കുന്നവരാണ്. പക്ഷേ ഞാൻ പറയും, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തെ പഠിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് മൂറിയ, അങ്ങയുടെ തിരുവുള്ള മൂറിയ ഈ യോഗത്തെ പഠിച്ചുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് ആര് കടന്നു വന്നാലും അവരെല്ലാം ചെറുപ്പക്കാരായി മാറും. നമ്മുടെ പഴയൊരു മുഖ്യമന്ത്രിയുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദൻ വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം പ്രവർത്തന നിരതമായി നിന്ന അവസാന പാദത്തിൽ ചില രാഷ്ട്രീയമായ ഇടപെടലുകൾ മൂലം ഒരു പത്രപ്രതിനിധി ഒരു ചോദ്യം ചോദിച്ചു, സഹാബിന് എത്ര വയസ്സായി എന്ന് പറഞ്ഞാൽ ഈ പണിയൊക്കെ നിർത്തി വീട്ടിൽ പോയിരുന്നിട്ട് എന്നൊരു വ്യംഗ്യം രാഷ്ട്രീയമായി അതിനുണ്ടായിരുന്നു. പക്ഷേ മധുരമനോഹരമായ യേശുദാസിൻ്റെ ശബ്ദത്തിൽ അച്യുതാനന്ദ സഹാബ് പറഞ്ഞു, തല നരയ്ക്കുവതല്ലെൻ്റെ വാർദ്ധക്യം. പേടിക്കേണ്ടാത്തത് നമ്മുടെ ശിവബോധാനന്ദ സ്വാമിക്ക് മാത്രമാണ്, തല നരയ്ക്കത്തില്ലല്ലോ. തല നരയ്ക്കുവതല്ലെൻ്റെ വാർദ്ധക്യം. നമ്മുടെ സുരേഷ് സാർ എത്തിയ നല്ലൊരു കയ്യടിയുമായിട്ട് നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. തല നരയ്ക്കാത്തതല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ്റെ മുമ്പിൽ തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനം. നമ്പർ 1 ശ്രീനാരായണ ദർശനമാണ്. നമ്മുടെ ഈ മനക്കൽച്ചിറ കൺവെൻഷൻ നടക്കുമ്പോൾ തൊട്ടടുത്താണ് മലയാളത്തിൻ്റെ ഐശ്വര്യമായ ഒരു ആധ്യാത്മിക നേതാവ് ക്രിസ്തോസം തിരുമേനിയുടെ നാട് അല്ലേ. അദ്ദേഹം ജീവിച്ച സ്ഥലം ഇവിടെയാണ്. ആ ക്രിസ്തോസം തിരുമേനിയെ 102 വയസ്സുള്ളപ്പോൾ കാണാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കോഴഞ്ചേരിക്ക് പമ്പാമണപ്പുറത്ത് അദ്ദേഹം താമസിക്കുന്നിടത്ത് രാവിലെ 6 മണിക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു വീൽ ചെയറിലിരിക്കുക. കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, വേണ്ടവണ്ണം സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ പതുങ്ങിയ ശബ്ദത്തിലാണെങ്കിലും അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ നടക്കുവാന്നാണ്. വീൽ ചെയറിലിരിക്കുമ്പോഴും മനസ്സ് പറയുന്നത് നടക്കുകയാണെന്നാണ് പറയുന്നത്. ആ വീൽ ചെയറിലിരുന്നു കൊണ്ട് ആ ആത്മീയ ആചാര്യൻ ക്രിസ്തോസ് തിരുമേനി 57 വർഷം ബിഷപ്പ് തിരുമേനിയായിരുന്ന ആ മനുഷ്യൻ അദ്ദേഹം പറയുന്നത് ഞാൻ ചലിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം എന്താ? അത് മനസ്സിൻ്റെ യുവത്വമാണ്. ആ മാനസിക യുവത്വത്തിലേക്ക് ബാല്യകൗമാര യൗവന വാർദ്ധക്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരാമെന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ദർശനത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ദർശനം. ആ ദർശനത്തിൻ്റെ അകക്കാമ്പിൻ്റെ മധു നുകർന്നുകൊണ്ടാണ് ഓരോ താളുകളും ഓരോ താളിയോലകളും 15 വർഷങ്ങളായിട്ട് മനക്കച്ചിറയുടെ മണ്ണിൽ നാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. മണിമലയാറ് അന്നും ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മനക്കൽച്ചിറയുടെ മണ്ണ് ഇന്ന് നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. ആ വന്നിരുന്ന ആളുകൾ പഴമക്കാർ ഇന്നിവിടെ ഉണ്ടാവും. പുതിയ
മുഖങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ടാവും. ആ കടന്നു വരുമ്പോൾ 16ാമത് ദളം പര്യവസാനിച്ച് മടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ നിത്യദർശനത്തിൽ നിന്ന് ജീവിത പന്താവുകളെ ഉണർത്തുവാൻ കഴിയുന്ന ആ ജീവിത പന്താവുകൾക്ക് ഉണർത്തുപാട്ടാക്കാൻ കഴിയുന്ന എന്ത് നേടിക്കൊണ്ടാണ്, എന്ത് പ്രായോഗികവൽക്കരിച്ചുകൊണ്ടാണ് നാളെയിലേക്ക്, ഇനിയുള്ള 365 ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് മനക്കൽ കൺവെൻഷൻ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുള്ളത്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭാഷ അതാണ്, കർമ്മം ചെയ്ത് ഇങ്ങ് അസംഗനായിരിക്കുക, ഇതല്ലാതെ ഇല്ലൊന്നും മനുജന് ചെയ്തിടാൻ. കാരണം ആസുരം ലോകമെന്നുണ്ട്, കൂരിരുട്ടാൽ അത് ആവൃതം. ആ കൂരിരുട്ടാൽ ആവൃതമായിരിക്കുന്ന ഈ ലോകത്തിൽ കർമ്മം ചെയ്ത് അസംഗനായിരിക്കുവാൻ കഴിയുന്നതാണ് ശ്രേഷ്ഠതയെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ദർശനത്തിൻ്റെ ഉൾക്കാഴ്ച നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ മലയാളത്തിൻ്റെ മനസ്സിലേക്ക് യൗവനത്തിൻ്റെ പ്രഭ നൽകിയ 1000 മഹാരഥന്മാർ ഇന്നലെയുടെ പെരുമയായി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ ഉണ്ടായിരുന്നു. വളരെ നീളമുണ്ടായിരുന്ന, വലിയ നാസിക ഉണ്ടായിരുന്ന, തേജസ്വിയായി കുടിമുകെട്ടിയ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വൈക്കത്തെ മഹാദേവൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തെ പഠിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം, ഒരു ഈഴവൻ ക്ഷേത്രത്തിൽ കയറിയാൽ എന്താ ശിക്ഷാവിധി? ഉടനെ അധികാര കേന്ദ്രങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? 101 പണം കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. മറ്റ് ശിക്ഷയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 101 ചാട്ടവാറിൻ്റെ അടി കൊള്ളണമെന്നാണ്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, 101 പണം, അതിന് പകരം പൊൻപണം നാം കെട്ടികേൾക്കുന്നു, 101 ചാട്ടവാറിൻ്റെ അടി കൊള്ളുവാൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരെന്ന എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. വെള്ളക്കുതിരയിൽ വാളും പിടിച്ചുകൊണ്ട് ആറാട്ടുപുഴ അന്തസ്സോടുകൂടി നടന്നുപോയി. അത് ചരിത്രത്തിൻ്റെ പെരുമഴയിലെ തിരുത്തുപാട്ടുകളാണ്, യുവത്വത്തിൻ്റെ തിരുത്തുപാട്ടുകളാണ്. ആ തിരുത്തുപാട്ടുകളിൽ നിന്ന് കടന്നു വരുമ്പോഴാണ് ചെമ്പഴന്തിയിൽ അരുണോദയമായി ഉയർക്കൊണ്ട ശ്രീനാരായണ സൂര്യസുകൃതിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ മാറ്റത്തിൻ്റെ സീമന്തരേഖകൾ എത്ര കമനീയമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ മഹാഗുരു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ധ്യാനനിമഗ്നമായിരുന്നു കൊണ്ട് സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നപ്പോൾ ഓർക്കുക, ഇവിടെ ഇരിക്കുന്ന സന്യാസിവരൻ ഉൾപ്പെടെയുള്ള ആ സന്യാസിമാർക്ക് വേണ്ടിയിട്ട് സംഘടന ഉണ്ടാക്കിയത് 928 അല്ലേ? 928 ജനുവരി മാസത്തിലാണ് സംഘടന ഉണ്ടാക്കിയത്. പക്ഷേ എന്നെയും നിങ്ങളെയും സാമൂഹ്യ ജീവിതത്തിൻ്റെ നാനാർത്ഥങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഞാനും സുരേഷ് സാറും ഒക്കെ ഉണ്ടായിരുന്ന വേദിയിൽ വെച്ച് ദീപപ്രയാണവുമായിട്ട് മനക്കച്ചിറയിലേക്ക് വന്നപ്പോൾ ആ തേന്മാവിൻ്റെ സവിധത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിനുണ്മയായി ഗുരു പഠിപ്പിച്ച പ്രവചനങ്ങളുണ്ട്. വിദ്യാഭ്യാസം, തിരിച്ചറിവിൻ്റെ വിദ്യാഭ്യാസം, ആന്തരികമായ ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം, ഈ അഷ്ടാംഗ മാർഗങ്ങളിലൂടെ ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉജ്ജ്വലിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചു. ആ മഹാഗുരു ആ അഷ്ടാംഗ മാർഗത്തിൽ പറഞ്ഞതിൽ മധ്യമപർവമാണ് സംഘടന എന്ന് പറയുന്നത്. ആ സംഘബോധം, ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ നാനാർത്ഥങ്ങൾ പൂർണ്ണമാവുന്നത് സംഘബോധം ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ മനക്കച്ചിറയിൽ ഓരോ വർഷം വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഈ വേദിയിൽ ഈ മണ്ണിൻ്റെ യൂണിയൻ്റെ നേതൃത്വം ആവശ്യപ്പെടാറുണ്ട്. ആദ്യകാലങ്ങൾ മുതലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഇത്തവണ ആവശ്യപ്പെട്ടിരിക്കുക. എന്താ? ഈ വഴിക്ക് നീളം കൂട്ടണം അല്ലേ? നമ്മുടെ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ല. ആ വാഹനങ്ങൾ മാറ്റാതെ ഈ വഴിക്ക് വീതി കൂട്ടണമെന്ന് അധികാര കേന്ദ്രത്തിന് തോന്നണം. ഇവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് അധികാരികൾ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താ? മനക്കച്ചിറയുടെ വീര്യം കണ്ടിട്ടാണ്, മനക്കച്ചിറയുടെ സർഗശക്തി കണ്ടിട്ടാണ്, മനക്കച്ചിറയുടെ സംഘടനാബോധം കണ്ടിട്ടാണ് ഈ മണ്ണിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് അധികാര കേന്ദ്രങ്ങൾ പല പ്രഖ്യാപനങ്ങളും നടത്തിയത്. ശ്രീമാൻ ആന്റണി എംപിക്ക് ഈ വഴി വീതി കൂട്ടണമെന്ന് തോന്നണമെങ്കിൽ എന്ത് നടക്കണം? ഈ കസേരകൾ നിറഞ്ഞുകൊണ്ട് ഒന്നാണ് നമ്മൾ സഹോദരന്മാർ,
ഗുരുദേവ ധർമ്മത്തിൻ മക്കൾ നമ്മൾ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സംഘകരിമയുടെ ശംഖനാദമായി ഈ മണിമലയാറിൻ്റെ തീരത്ത് നിന്ന് എനിക്കും നിങ്ങൾക്കും ഒരുമയോട് മടങ്ങാൻ കഴിയുമ്പോഴാണ് അധികാരവർഗങ്ങൾ എന്ത് നൽകുക? അനുവാദം നൽകുക. കാരണം എന്താ? സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തിന് വേണ്ടിയിട്ട് എനിക്കും നിങ്ങൾക്കും അധികാരം നൽകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ സംഘബോധം ഉണ്ടാവണം. ആ സംഘബോധത്തിൻ്റെ ഉയർച്ചയാണ് ആ മഹത്തായ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് മഹത്തായിട്ടുള്ള ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന പ്രസ്ഥാനം എൻ്റെയും നിങ്ങളുടെയും ഇന്നിൻ്റെയും നാളെയുടെയും ജീവിതത്തിൻ്റെ ഭാസുര യൗവനത്തിനു വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊറി ഊറി വന്നത്. ഓർക്കുക, എത്ര കനമുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഈ പ്രസ്ഥാനത്തിന്. ആ കനമുള്ള പ്രസ്ഥാനം എനിക്കും നിങ്ങൾക്കും ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു നൽകി. അതുകൊണ്ട് സന്യാസിമാർ സംഘടിക്കുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും സംഘടിപ്പിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചു. അങ്ങനെയാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന മഹാപ്രസ്ഥാനം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. കഥയെന്ത് കഷ്ടം ജലം പകർന്നു നൽകിയാലുമെന്ന് ബുദ്ധ ഭിക്ഷു പറഞ്ഞപ്പോൾ ചണ്ടാലശ്രീ പറഞ്ഞത്, കാരണം ജ്ഞാതിയിൽ മ്ലേച്ഛയാണ് ഞാൻ, അങ്ങനെയുള്ള ഞാൻ അങ്ങേക്ക് ജലം പകർന്നു നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ ജാതി ചോദിക്കുന്നില്ല സോദരി എന്ന് ആശാൻ എന്ന SNDP യോഗത്തിൻ്റെ ഒന്നാമത്തെ സെക്രട്ടറിക്ക് പറയേണ്ടി വന്നില്ലേ? ആ വിപ്ലവത്തിൻ്റെ ശുഭനഷ്ടത്തിന് പറയേണ്ടി വന്ന നാടാണ് എൻ്റെയും നിങ്ങളുടെയും നാട്. ആ പരിവർത്തനം മലയാളക്കരയിൽ യാഥാർത്ഥ്യമായി എങ്കിൽ അതിന് പിന്നിൽ ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനമാണ് എൻ്റെയും നിങ്ങളുടെയും പ്രസ്ഥാനമായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്ന ആ വലിയ ചിന്തയുണ്ടല്ലോ. ആ ചിന്തയിൽ അഭിരമിച്ചുകൊണ്ട് വേണം ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുവാനും നമ്മുടെ കർമ്മ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോവാനും. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ എങ്ങനെ പഠിപ്പിച്ചു. SNDP യോഗത്തെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, SNDP യോഗത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ആദ്യകാല പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരും യുവാക്കളായിരുന്നു, അല്ലേ? കുമാരനാശാൻ യൂത്ത് മൂവ്മെൻ്റ് ആയിരുന്നു. SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആരാധ്യനായ SNDP യോഗത്തിൻ്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ യുവാവായിരുന്നു. മഹാരഥനായിട്ടുള്ള ഡോക്ടർ പൽപ്പു യുവാവായിരുന്നു. TK മാധവൻ യുവാവായിരുന്നു. സഹോദരൻ അയ്യപ്പൻ യുവാവായിരുന്നു. C കേശവൻ യുവാവായിരുന്നു. മൂർക്കോത്ത് കുമാരൻ യുവാവായിരുന്നു. രാരിച്ചൻ മൂപ്പൻ യുവാവായിരുന്നു. മൂർക്കോത്ത് കുഞ്ഞപ്പ യുവാവായിരുന്നു. ആദ്യകാലത്തെ നേതാക്കന്മാരെല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ യുവശോഭയുടെ പ്രതീകമായിരുന്നു ആദ്യകാലത്തെ SNDP യോഗത്തിൻ്റെ എല്ലാ നേതാക്കന്മാരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ യുവശോഭയിൽ നിന്നുകൊണ്ട് ഇന്ന് കാണുന്നത് പോലെ ഒരു യൂത്ത് മൂവ്മെൻ്റ് ഒന്നും വന്ന് നമുക്ക് ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ? 3 പതിറ്റാണ്ടിൻ്റെ കർമ്മവീരവുമായിട്ട് 1888 ശ്രീനാരായണ ഗുരുദേവൻ അരിയുപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുമ്പോഴും അതും യുവത്വത്തിൻ്റെ ഭാഷയായിരുന്നു. ആ ചിന്തയിൽ നിന്നുകൊണ്ട് നാം SNDP യോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ SNDP യോഗത്തിലെ യുവത്വത്തെ നാം വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ഞാനും നിങ്ങളുമൊക്കെ SNDP യോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്താവണം? നമ്മളെപ്പോഴും യുവാക്കളാണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ യുവത്വത്തിൻ്റെ ശോഭയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ മഹാപ്രസ്ഥാനത്തിലൂടെ പകർന്നു നൽകിയത്. ഞാൻ പറയും, 51 വയസ്സിൽ കുമാരനാശാൻ നമ്മെ വിട്ടുപിരിഞ്ഞു. നമുക്കറിയാം, ഇവിടെ സ്വാമി സൂചിപ്പിക്കുകയുണ്ടായി, കവി കുമാരമന്ദിരം കോട്ടയം SNDP യൂണിയൻ്റെ കീഴിലെ ആസ്ഥാനമാണ്, ഞങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ് കവി കുമാരമന്ദിരം എന്ന് പറയുന്നത്. അവിടേക്കുള്ള യാത്രയിലാണ് റെഡീമർ ബോട്ട് ദുരന്തത്തിൽ കുമാരനാശാൻ സമാധിയെ പ്രാപിക്കുന്നത്. കുമാരനാശാൻ മരണപ്പെടുന്നത് ആ റെഡീമർ ബോട്ട് ദുരന്തത്തിലാണ്. എനിക്ക് തോന്നുന്നത് കുമാരനാശാൻ അപ്പോൾ മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരിക്കും. കാരണം എന്താ? സംഘടനാ പ്രവർത്തനത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും നിങ്ങൾ 50 വയസ്സിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആയിരിക്കണം, ഊർജ്ജശോഭയുള്ളവരായിരിക്കണം നമ്മളെന്ന് പഠിപ്പിക്കാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ നമുക്കറിയാം, എന്നെയും നിങ്ങളെയും ഇന്ന് കാണുന്ന നിറദീപങ്ങളാക്കി മാറ്റിയത് ഈ മേഖലകളായിട്ട് സംഘാടകർക്ക് ഈ യൂണിയൻ്റെ വ്യത്യസ്ത മേഖലകളെ തിരിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? സംഘടന ഉള്ളതുകൊണ്ടാണ്. ആ സംഘടനാബോധത്തിൻ്റെ ജ്വലിക്കുന്ന ശക്തികളായി എന്നെയും നിങ്ങളെയും ഒക്കെ മാറ്റിയ അനശ്വര പ്രതിഭയായ SNDP യോഗത്തിൻ്റെ നേതാവ് TK മാധവൻ. ആ TK മാധവൻ 44 വയസ്സിൽ
എന്നെയും നിങ്ങളെയുമൊക്കെ വിട്ടുമടങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഹൃദയഗീതം സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും സംഘടനാ ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും എപ്പോഴും 44.5 വയസ്സിലായിരിക്കണമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നോ TK മാധവൻ അപ്പോൾ മരിച്ചത് എന്നാണ് എനിക്ക് സംശയമെന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ യുവശോഭയുടെ പ്രതീകമായിട്ട് നമ്മൾ എന്നും നിലനിൽക്കണം, സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും എന്നുള്ള പഠിപ്പിക്കലാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഇന്നും ഗാന വസന്തമായിട്ട് നമ്മൾ കരുതുന്ന ആരാ? അമേരിക്കയിൽ എവിടെ ഇരുന്നു കൊണ്ട് ഗാനം ആലപിക്കുന്ന വെള്ളത്താടിക്കാരനായ യേശുദാസ അല്ലേ? ആ യേശുദാസ് അമേരിക്കയിൽ എവിടെയോ ഇരിക്കുന്നത്. അദ്ദേഹമാണ് ഇന്നും നമ്മുടെ ഗാനത്തിൻ്റെ യുവശോഭയെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് സിനിമയെടുത്ത് പരിശോധിച്ചാൽ ആ സിനിമാ നടന്മാരിൽ നമുക്കറിയാം, എമ്പുരാൻ ഇറങ്ങിയപ്പോൾ തിയേറ്ററുകൾ മുഴുവൻ ഇടിച്ചു കയറുക. കാരണം എന്താ? മോഹൻലാലിന് എത്ര വയസ്സുണ്ടെന്ന് നമുക്കറിയാം, മമ്മൂട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ കലാകാരന്മാരാരെങ്കിലും പറയുന്നുണ്ടോ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ മനക്കച്ചിറയിലേക്ക് വരില്ല, എനിക്ക് ഇത്ര പ്രായമുണ്ടെന്ന് പറയുമോ? ഇപ്പോഴും നമ്മളെ കൗമാര പ്രണയം പഠിപ്പിക്കുന്നത് ആരാ? ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെയാ. വയസ്സ് എത്രയുണ്ട് ചിന്തിക്കേണ്ടതാ. പക്ഷെ ഞാൻ പറയാം, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പ്രയാസം, കാരണം വയസ്സ് ഇത്രയായെന്ന് പറയുമ്പോൾ എന്താണ് ഈ അക്കങ്ങൾക്ക് പ്രസക്തി എന്ന് പറയുന്നത്? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ശ്രീനാരായണ ദർശനം നമ്മളെ പഠിപ്പിക്കുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ആ ജസ്റ്റ് എ നമ്പറാണ് ഏജ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ കർമ്മകാന്തിയിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കണം SNDP യോഗത്തിൻ്റെ യുവാക്കൾ, എങ്ങനെയായിരിക്കണം SNDP യോഗത്തിൻ്റെ യുവാക്കൾ ഇന്ന് പ്രവർത്തിക്കേണ്ടത്? നമ്മൾ എങ്ങനെയായിരിക്കണം ഈ SNDP യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മളൊന്ന് കരുതലായി മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, 925 മാർച്ച് മാസം 12-ാം തീയതി ഗാന്ധിജി കടന്നു വന്നില്ലേ അങ്ങ് ശിവഗിരി കുന്നിലേക്ക്? ആ ശിവഗിരി കുന്നിലേക്ക് കടന്നു വരുന്നത് വരെ ആ പുണ്യാത്മാവിൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു? ജാതി ഉണ്ടായിരുന്നു. ഈ വർഗസങ്കരം യാഥാർത്ഥ്യമാണ് എന്ന് ഹൃദയത്തിൽ പേറിയ ആളാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വൈക്കത്തിൻ്റെ മണ്ണിൽ ഗാന്ധിജി വന്നപ്പോൾ ആ മനയിലെ തിരുമേനി പറഞ്ഞില്ലേ പുറത്തിരിക്കാൻ പറഞ്ഞു. കാരണം എന്താ? വൈഷ്ണവനായ നിങ്ങൾ പുറത്തിരിക്കേണ്ടതാ. ഗാന്ധിജിയുടെ മനസ്സിലും അറിയാം പുറത്തിരിക്കേണ്ടതാ. അതുകൊണ്ടാണ് അവിടെ മാറിയിരുന്ന് മടങ്ങി നമ്മുടെ ശിവഗിരി കുന്നിലേക്ക് പിറ്റേന്ന് വന്നു. ആ പിറ്റേന്ന് വന്നപ്പോൾ ചോദിച്ച ചോദ്യം എന്താ? ഈ ഇരിക്കുന്നവരൊക്കെ വ്യത്യസ്തരല്ലേ, അതുപോലെ ജാതിയും യാഥാർത്ഥ്യമല്ലേ എന്ന് ആ പുണ്യാത്മാവ് സ്വാമി തൃപ്പാദങ്ങളോട് ചോദിച്ചപ്പോൾ രസം അരിച്ച് ആ രസമെടുത്ത് പരിശോധിക്കുക, അവിടെ മനസ്സിലാവും എല്ലാം ഒന്നാണ്. ഏകം സത്ത് വിപ്രാ ബഹുധാ വദന്തി എന്ന് പഠിപ്പിച്ചതിന് ശേഷമല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള, ഇന്ത്യയുടെ പുണ്യാത്മാവായിട്ടുള്ള ശ്രീനാരായണ മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ പോലും ആ വ്യത്യാസം മാറിയത്. ആ മാറ്റമുണ്ടാകുന്നതിനെയാണ് യുവത്വം എന്ന് പറയുന്നത്. നമ്മുടെ സംഘടനാ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ മാറ്റത്തിൻ്റെ യുവത്വം ഓരോ ദിവസവും ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെന്ന് പറയുന്നത്. ഇരുന്ന് പഴകുകയല്ല വേണ്ടത്, പുതിയ ആശയങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് മാറ്റങ്ങളുടെ പ്രയോക്താക്കളായിട്ട് ഞാനും നിങ്ങളും പഠിക്കണമെന്നാണ് ഗാന്ധിജിയെ പഠിപ്പിച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ പുണ്യമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തോട് പകർന്നു നൽകിയത്. ഈ യൗവനയുക്തതയാണ് നമ്മൾക്ക് വേണ്ടത്. അതിനുള്ള മാർഗദീപങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന സാഗരത്തിലേക്ക് ഒഴുകി വന്ന പുണ്യാത്മാക്കളായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ, എത്രയോ മഹാരഥന്മാരായിട്ടുള്ള ശിഷ്യന്മാർ. നമ്മൾ ഓർക്കുക, SNDP യോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ യുവാക്കളുടെ മനസ്സിലേക്കുണ്ടാവേണ്ട പ്രതിധ്വനി എന്താ? 928 ജനുവരി മാസം 9-ാം തീയതി കൂർക്കാഞ്ചേരിയുടെ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ സന്യാസിമാർക്ക് വേണ്ടിയിട്ട് സംഘടന ഉണ്ടാക്കിയത്. ആ സംഘടനയിൽ ഒന്നാമത്തെ ഒപ്പുകാരനായത് ബോധാനന്ദ സ്വാമിജിയാ. നമ്മൾ ഓർക്കണം, യൗവനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സംഘടനാ ജീവിതത്തിൽ നമ്മുടെ യൗവനം എങ്ങനെയായിരിക്കണമെന്ന് നമുക്കെല്ലാം മാർഗദീപമായ അറിവ് പകർന്നു നൽകുന്ന, പഠിപ്പിക്കൽ പകർന്നു നൽകുന്നതാണ് ബോധാനന്ദ സ്വാമിജിയുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ബോധാനന്ദ സ്വാമിജി ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റിൽ ഒന്നാമത്തെ ഒപ്പുകാരനാണ്. ആ ഒന്നാമത്തെ ഒപ്പുകാരനാകുവാൻ മഹാഗുരു ക്ഷണിച്ചപ്പോൾ ബോധാനന്ദ സ്വാമിജി പറഞ്ഞു, സ്വാമി തൃപ്പാദങ്ങളെ ഞാനിതിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞെന്നറിയാമോ? ഈ മണ്ണിലേക്ക് ആരവമായി ഇളകി വരുമ്പോൾ ഈ സംഘടനയുടെ
ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഊടുവഴിയാണ്, ഏടാണ് തീർച്ചയായും ബോധാനന്ദ സ്വാമിജിയുടെ അന്നേരത്തെ വാക്ക്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? ശ്രീനാരായണ ഗുരുദേവൻ സ്വാമിതൃപാദങ്ങളുടെ തിരുനാമധേയത്തിൽ പിറവിയെടുത്ത ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള എന്ത് യോഗ്യതയാ എനിക്കുള്ളത്? സഹോദരയ്യപ്പൻ മേഖലേ, ടി കെ മാധവൻ മേഖലേ, ഡോക്ടർ പൽപ്പു മേഖലേ, കുമാരനാശാൻ മേഖലേ, ഒന്നോർത്ത് നോക്കൂ. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുദേവന്റെ ഹൃദയത്തിൽ നിന്ന് മൂറിയ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനുള്ള എന്ത് യോഗ്യതയാ എനിക്കുള്ളത് എന്നുള്ള ആ ബോധാനന്ദ സ്വാമിജിയുടെ ചോദ്യം ഉണ്ടല്ലോ. ആ ബോധാനന്ദ സ്വാമിജിയെ കുടുംബയോഗത്തിലും മൈക്രോ യൂണിറ്റിലും ശാഖായോഗത്തിലും ഏറ്റെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഓർക്കുക, നാം ഗുരുവിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ, ഗുരുവിൻ്റെ ആ ഭാഷയിൽ നിന്നും ഉറവിയെടുത്ത പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, എല്ലാ പ്രാവശ്യത്തെ പോലെ എൻ്റെ അമ്മ എനിക്ക് വെള്ളവുമായി വന്നു. പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ യോഗ്യത നമുക്കുണ്ടോ? കാര്യം എന്താ? ഇതാ ഈ മണിമലയാർ ഇങ്ങനെ ഒഴുകുമ്പോൾ ഒരു കരുവന്നൂർ പുഴയുണ്ടായിരുന്നു. ആ കരുവന്നൂർ പുഴയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എടുത്തു ചാടുമായിരുന്നു. ആ ചെറുപ്പക്കാരൻ എടുത്തു ചാടി ഈറനണിഞ്ഞ് വരുമായിരുന്നു. ആ കൂടെ ഇന്ന് നമ്മുടെ മക്കൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, കാനഡയ്ക്ക് പോയിരിക്കുക, ജർമ്മനിക്ക് പോയിരിക്കുക. അതുകൊണ്ടാണല്ലോ ആരും വരാത്തതെന്ന് പറയുന്ന അഭിനവ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതാ യുവത്വം ഇങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ യുവശോഭയുമായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമായിരുന്നു. അതിന് ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ആ കരുവന്നൂർ പുഴയിൽ നിന്ന് നൂറുകണക്കിന് യുവാക്കൾ ഇതാ ഈറണിഞ്ഞ് കടന്നു വരുമ്പോൾ ഈ നിലവിളക്കിരിക്കുന്നത് പോലെ ഒരു നിലവിളക്ക് ഇങ്ങനെ കത്തിച്ചു വെക്കുമായിരുന്നു. ആ കത്തിച്ചു വെക്കുന്ന നിലവിളക്കിൽ തൊട്ട് തൻ്റെ കൈയുടെ അല്പമൊന്ന് മുറിച്ച് ആ രക്തമെടുത്ത് നെറ്റിയിൽ തൊട്ടുകൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ ഈ രാജ്യത്ത് സത്യപ്രതിജ്ഞ ചെയ്യുമായിരുന്നു. എന്തായിരുന്നു? ജാതിയിൽ എന്നേക്കാൾ മുകളിൽ ആരുമില്ല, ജാതിയിൽ എന്നേക്കാൾ താഴെയും ആരുമില്ല എന്ന ഉഗ്ര പ്രതിജ്ഞയുമായിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന ഒരു പട്ടം ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരുണ്ടാക്കിയ പരിവർത്തനം കൊണ്ടാണ് നിങ്ങൾക്ക് വലിയ നോട്ടുമായിട്ട് ഇന്ന് നിങ്ങൾ പോകുന്ന മഹാക്ഷേത്രങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ യുവത്വം ശ്രീനാരായണ ഗുരുദേവനെ പേറിക്കൊണ്ട് എവിടെ നിന്ന് എന്തു പഠിക്കണമെന്നുള്ള ഒരു ചിന്ത ബന്ധുരമായിട്ട് കടന്നു വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരനുണ്ടാക്കിയ പരിവർത്തനം എത്ര വലുതായിരുന്നു. പക്ഷേ ഈ സംഘടനയെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോഴും നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ നിൽക്കുന്നത് കൂടൽമാണിക്യത്താണ്. നമ്മളുടെ മനസ്സിന്നും കൂടൽമാണിക്യത്താ. കാര്യം എന്താ? കൂടൽമാണിക്യത്തുണ്ടായിരിക്കുന്ന അനീതി അത് ശരിയാണെന്ന് സമർത്ഥിക്കുവാൻ തയ്യാറാ ഒറ്റയ്ക്ക് ചോദിച്ചാൽ പലരും. കാരണം എന്താ? അവിടെ ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കുന്ന യുവശോഭ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുക. എന്താണ് ആ യുവശോഭ? ഈ മഹാപ്രസ്ഥാനത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ച ആ യുവശോഭ എന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ പേര് വേലായുധൻ എന്ന. ആ വേലായുധനെ ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്തേക്ക് വരുന്ന കഥയൊക്കെ നമുക്കറിയാം. ലോകത്തെ ഏറ്റവും അധികം വിഗ്രഹങ്ങളെ എതിർത്ത സന്യാസി, ആ ലോകത്ത് ഏറ്റവും അധികം വിഗ്രഹങ്ങളെ എതിർത്ത സന്യാസി. നമ്മൾ ഓർക്കുക, ശ്രീനാരായണ ഗുരുദേവനെ നമ്മളെ യൂട്യൂബിലൂടെ ഇന്നും ഒരുപാട് ആളുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. ആ പഠിപ്പിക്കുന്നവരിൽ ഒരു വലിയ വിഭാഗമുണ്ട്. അവർ വലിയ ബുദ്ധിമാന്മാരാണ്, സാധാരണക്കാരെ പോലെയല്ല. അവർ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുമ്പോൾ അവിടെ ഭക്തി ഉണ്ടാവാൻ പാടില്ല, അവിടെ എന്തുണ്ടാകാൻ പാടില്ല? ഈശ്വരാരാധനയുടെ മുഖമുണ്ടാകാൻ പാടില്ല. പിന്നെ എന്ത് മുഖം ഉണ്ടാവേണ്ടത്? വിപ്ലവബോധത്തിൻ്റെ മുഖമാണ്. ആ വിപ്ലവബോധത്തിന് ശ്രീനാരായണ ഗുരുദേവൻ കൊടുത്ത അടിത്തറ എന്തായിരുന്നു? അതായിരുന്നു ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ ഫുഡ് കമ്മിറ്റി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ആ ഫുഡ് കമ്മിറ്റിയുടെ ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഒരുപാട് ആളുകൾ കൂടും, സമാപന സമ്മേളനമുണ്ട്. എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നാണ് ചിന്തിക്കാന്ന് പറയുന്നത്. പ്രീതിയമ്മ വലിയൊരു റിമാർക്ക് പറഞ്ഞിട്ടാണ് പോയത്. സന്തോഷത്തോടു കൂടിയാണ് ഇവിടുന്ന് മടങ്ങിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ഫുഡ് കമ്മിറ്റിയെക്കുറിച്ച്, അറേഞ്ച്മെൻറ്റിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് പോയെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഫുഡ് കമ്മിറ്റി കൂടുമ്പോൾ അവിടെ എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം എന്താ? ഗുരു പഠിപ്പിക്കുന്നുണ്ട്, ഭക്തിയില്ലാത്തവൻ ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണമെന്ന.
ഭക്തിയില്ലാത്തവന് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണമെന്ന് എന്തുകൊണ്ട് മഹാഗുരു പറഞ്ഞു എന്നുള്ള ഒരു പരിചിന്തനമുണ്ടായാൽ ആ ഒരു മാക്കുമതി ഈ പ്രസ്ഥാനത്തിലിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പരിവർത്തനത്തിൻ്റെ ധാരയിലേക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ആ ഭക്തിയില്ലാത്തവൻ ഉപ്പില്ലാത്ത കഞ്ഞി എന്തുകൊണ്ട് കൊടുക്കണമെന്ന് എൻ്റെ മഹാഗുരു പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ ആദ്യമുണ്ടാകേണ്ടത് വൈദിക സംസ്കാരത്തിലെ പൊളിച്ചെഴുത്തലാണ്. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ യുവത്വമുള്ളതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ആദ്യം പഠിപ്പിച്ചത് വൈദിക സംസ്കാരത്തിലെ പൊളിച്ചെഴുത്തലാണ്. അതിനു വേണ്ടിയിട്ട് ഗുരു ഉപയോഗിച്ച മണ്ണാണ് കൂടൽ മാണിക്യം എന്ന് പറയുന്നത്. ആ കൂടൽ കാണിക്കത്തിൻ്റെ മണ്ണ് ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചത് എന്താണ്? ആ കൂടൽ മാണിക്യത്തിനടുത്തുള്ള താനിശ്ശേരിയിൽ ഒരു വലിയ ലഹള നടന്നു. ഞാൻ ഇന്ന് പത്രത്തിൽ വലിയൊരു നേതാവിൻ്റെ മരണത്തിൻ്റെ വാർത്ത കണ്ടു. ആ മരണവാർത്തയുടെ ഒപ്പം എഴുതിയിട്ടുണ്ട് അതിനുശേഷമുള്ള സംസ്കാരക്രിയയ്ക്ക് ശേഷമുള്ള ചടങ്ങുകൾ 16 കഴിഞ്ഞിട്ട് നടത്തുകയുള്ളൂ. 15 16 നമ്മളെ എന്താ ഗുരു പഠിപ്പിച്ചത്? അതിനു വേണ്ടിയിട്ട് പ്രകരണ മേഖലയായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ച മണ്ണാണ് ആ കൂടൽ മാണിക്യത്തിന് സമീപമുള്ള ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ പോലും ഇന്ന് 15 16 ഒരു ദേഹം മരിച്ചു കഴിഞ്ഞാൽ 15 16 പുലി ആചരിക്കുന്നവരായി നമ്മുടെ സമൂഹം മാറുമ്പോൾ എവിടെയാണ് യുവയൗവനമുള്ള ശോഭയായി ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനം ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതെന്ന് വൈദികന്മാരായ ഷാജിശാന്തി ഉൾപ്പെടെയുള്ളവർ ഇവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം എന്താ? ഇന്നും നമ്മൾ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുമ്പോൾ നമ്മൾ പോകുന്നത് മുകളിലേക്കാണോ ഒഴുകുന്നത്, താഴേക്കാണോ ഒഴുകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിവർത്തനമുണ്ടാക്കി വേലായുധെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബോധാനന്ദ സ്വാമി, ആ ബോധാനന്ദ സ്വാമിജി പരിവർത്തനമുണ്ടാക്കി. ആ പരിവർത്തനത്തിൻ്റെ പേരാണ് യുവത്വം എന്ന് പറയുന്നത്. ആ പരിവർത്തനങ്ങളെ അഭിനവ കാലഘട്ടത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ പറയും അവിടെ ചെയ്ത തന്ത്രിമാരുണ്ടല്ലോ, കൂടൽ മാണിക്യത്തെ തന്ത്രിമാര്, അവർ ചെയ്തതല്ലേ ശരി, ഇതിലൊക്കെ തൊട്ടുകളിക്കുവാൻ നമ്മൾ ആരാ? ഈ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു SNDP യോഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യൗവനത്തിൻ്റെ ശബ്ദമായി ആശാൻ പഠിപ്പിച്ചത് പൊട്ടിച്ചെറിയുക കാൽച്ചെങ്ങല വിഭോ, പൊട്ടിച്ചെറിയുക കൈച്ചെങ്ങലയുമെന്ന് ആശാൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഒരു മാറ്റം, ഈ പരിവർത്തനം അനിവാര്യമാണ്. ആ അനിവാര്യമാകുന്ന സർഗധാരയിലേക്കാണ് നമ്മൾ മാറേണ്ടതെന്ന് ആശാന്റെ യുവത്വം പഠിച്ചപ്പോൾ ഇന്നിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ആ യുവത്വത്തിൻ്റെ ശോഭ ഏറ്റെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിന് മുഴിപ്പിക്കലുണ്ടാകുമ്പോഴാണ് മനക്കൽ ചിറയുടെ ഈ ഒഴുക്കം, 16ാമത്തെ ഈ കുത്തിയൊഴുക്കമുണ്ടല്ലോ, അതിന് അർത്ഥശോഭയുണ്ടാവുന്നത്. കാരണം നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാ. ഇതാ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് യുവാക്കളാവൂ. എൻ്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെയും പ്രശ്നമായിരുന്നില്ലേ ജാതീയമായ വിവേചനങ്ങൾ? ആ വിവേചനവുമായിട്ടൊരു തലപ്പാവുധാരി ഉണ്ടല്ലോ. സേവനമാണ് വ്രതം. പ്രസ്ഥാനത്തിലെ പ്രവർത്തനത്തിൽ ഈഗോ പാടില്ല, കോംപ്ലക്സ് പാടില്ല. പിന്നെ എന്താ വേണ്ടത്? സേവനമാകണം വ്രതമെന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച മഹാഗുരുവിൻ്റെ കരുതൽ ഡോക്ടർ പൽപ്പു ഉണ്ടല്ലോ. ആ പൽപ്പു എന്താ ചെയ്തത്? വിദേശത്ത് ജോലി കിട്ടിപ്പോയി, ആ അന്യദേശത്ത് ജോലി കിട്ടിപ്പോയിട്ടും മടങ്ങി വന്നു. ആ മടങ്ങി വന്നിട്ട് പൽപ്പു എന്താ ചെയ്തത്? പൽപ്പു എൻ്റെയും നിങ്ങളുടെയും പൂർവികരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞെന്താ? സംഘബോധം ഉണ്ടാവണം. അങ്ങനെ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പൽപ്പു വന്നപ്പോൾ ആ പൽപ്പു എന്ത് ചെയ്തു? സംഘബോധം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അധികാരമുള്ളവന് മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പൽപ്പു എന്ത് ചെയ്തു? അന്നത്തെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ആ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൽപ്പു എന്ന മഹാരഥന് മനസ്സിലായി ഇന്ത്യയുടെ അധികാരമിരിക്കുന്നത്, ഭാരതത്തിൻ്റെ അധികാരമിരിക്കുന്നത് അങ്ങ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിലാണ്, എലിസബത്ത് രാജ്ഞിയുടെ കയ്യിലാണ്. ഇന്നും SNDP യോഗം ഉണ്ടാക്കിയത് നമ്മുടെ ശ്രേഷ്ഠനായ ഒരു സ്വാമിയുടെ ഉപദേശം കൊണ്ടാണെന്ന് പഠിപ്പിക്കുന്നവരാ എൻ്റെയും നിങ്ങളുടെയും ഒരു ശതമാനമെങ്കിലും ആളുകൾ. അപ്പോൾ ആ സ്വാമിയുടെ ശിഷ്യയെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട്, സിസ്റ്റർ നിവേദിതയെ ഉപയോഗിച്ചുകൊണ്ട്, മഹാരഥന്മാരായിട്ടുള്ള അനേകം ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ പൽപ്പു എന്ത് ചെയ്തു? പൽപ്പു അങ്ങ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ആരുടെ പ്രശ്നമാണ്? എൻ്റെ പ്രശ്നം.
ഓർക്കുക, മനക്കച്ചിറയുടെ പ്രശ്നം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? അന്ന് അധികാരമിരിക്കുന്നിടത്ത് ഉപയോഗിച്ചാലേ സാധിക്കുമെന്ന് മനസ്സിലായി. ഇവിടെ ഈ റോഡ് കൂട്ടണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടത് എവിടെയാ? അധികാര കേന്ദ്രത്തിലേക്ക് ചെല്ലണം. അങ്ങനെ ആ അധികാര കേന്ദ്രത്തിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചു. ആ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ബ്രിട്ടീഷ് മഹാരാജ്ഞി, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമ, ചോദിച്ചു, ഇതാ ഭാരതത്തിൽ തെക്കേയറ്റത്ത് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു നാടുണ്ടോ? ആ നാട്ടിൽ ഈഴവർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടോ? അവരുടെ ഇന്ന പ്രശ്നങ്ങളുണ്ടോ? നാട്ടുരാജാക്കന്മാരോട് എഴുതി ചോദിക്കാൻ പറയുന്ന രീതിയിലേക്ക്, അധികാര കേന്ദ്രത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷയിലേക്ക് ഞാനും നിങ്ങളും വളരുമ്പോഴാണ് ഈ കൺവെൻഷനിൽ കറങ്ങുന്ന ഭാനിന്, ഈ കാണുന്ന ആടയലങ്കാരങ്ങൾക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാവുന്നത്. ആ ഉദ്ദേശശുദ്ധിയിലേക്ക് പോകുന്ന യൗവനത്തെ സംഘടനയുടെ ഭാഷയാക്കിയിട്ട് ഏറ്റെടുക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വളരണം. അവിടെയാണ് മഹാനായിട്ടുള്ള പൽപ്പു തുടങ്ങി വെച്ച ആ യൗവനത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഇവിടെ നിന്ന് നമുക്കറിയാം, ആശാനിലേക്ക് കടന്നു വരുമ്പോൾ ആ ആശാൻ ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ, ആ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. എനിക്കൊരു യോഗ്യതയുണ്ട്. ആ യോഗ്യതയിൽ എന്നെയൊക്കെ വെച്ച് വെക്കുവാൻ ഇതാ ഈ വേദിയിലോ സദസ്സിലോ ലോകത്തിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ആശാൻ പറഞ്ഞു. എന്തായിരുന്നു ആ യോഗ്യത? ശ്രീനാരായണ ഗുരുദേവനോടുള്ള അവാജ്യമായ വിശ്വാസം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന എൻ്റെ ഈ മഹാപ്രസ്ഥാനത്തോടുള്ള അവാജ്യമായ സ്നേഹം, ഇതിൽ എന്നെ കവച്ചു വെക്കുവാൻ ലോകത്തിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല എന്ന് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ വേദിയിൽ പറഞ്ഞ ആശാന്റെ യുവത്വത്തെ ഏറ്റെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈ കൂട്ടായ്മ സർഗവസന്തമുള്ളതായിട്ട് മാറുന്നത്. നമുക്കറിയാമല്ലോ, ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നതിനായിട്ട് TK മാധവൻ കടന്നു ചെന്നു. ആ മാധവൻ കടന്നു ചെല്ലാൻ കാരണം എന്താണ്? ഈ കൺവെൻഷൻ നടക്കുമ്പോൾ പല മേഖലകളായിട്ട് നിങ്ങളെ തിരിച്ചിരിക്കുക. എന്തുകൊണ്ടാ? ശക്തി ഒന്നുകൂടെ ശക്തമാക്കാൻ വേണ്ടിയിട്ടാ. പരസ്പരം ആരോഗ്യകരമായ മത്സരം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടാ മേഖലയായിട്ട് തിരിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് അധികാരി മാധവനോട് ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങൾ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മറുചോദ്യം ചോദിച്ചു, എന്താ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആളുകളുണ്ട്, ഇതിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മാധവന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ മാധവൻ എന്ത് ചെയ്തു? കുട്ടനാടിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് പണിയെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇന്ന് കാണുന്ന തൻ്റെ അടുത്തോടു കൂടി എവിടെയും നിൽക്കുവാൻ കഴിയുന്ന യോഗ്യതയിലേക്ക് എന്നെയും നിങ്ങളെയും മാധവൻ വളർത്തിയെടുത്തു. ആ മാധവൻ ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് പോയിട്ടൊരു ചോദ്യം ചോദിച്ചു, തൃപ്പാദങ്ങളെ, ഈ ഏഴകളെ എങ്ങനെയാണ് ഉണർത്തുക? മാധവനോട് ഗുരു ആദ്യം പറഞ്ഞു, അക്ഷരം ബ്രഹ്മപരമം, ക്ഷരമില്ലാത്തത് അക്ഷരങ്ങൾക്കാ മാധവ, അതുകൊണ്ട് അക്ഷരങ്ങളിലൂടെ ഈ സമൂഹത്തെ ഉണർത്തണമെന്ന് TK മാധവൻ പറഞ്ഞു. അന്ന് മാധവൻ തുടങ്ങിയൊരു പത്രമുണ്ട്, ദേശാഭിമാനി. ഓർക്കുക, നാം ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ചെറുപ്പക്കാരനായ മാധവനുണ്ടല്ലോ, ആ മാധവൻ തൻ്റെ ബന്ധുവിന് വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് കയറി ചെന്നിട്ട് പ്രസംഗിച്ച ആളാ. പ്രസംഗിക്കാൻ വേദിയിലേക്ക് കയറി ചെല്ലുമ്പോൾ വെറ്റിലവും ചെറ്റവും വെച്ച് മുറുക്കിയിരുന്ന അവിടുത്തെ അധികാര കേന്ദ്രമുണ്ടല്ലോ, ആ അധികാര കേന്ദ്രം പറഞ്ഞത്, കൊച്ചനെ ഇത് കളിക്കോട്ടല്ല എന്നാ പറഞ്ഞത്. മറിച്ച് എന്താ, ഇത് കളിക്കോട്ടല്ല, പിന്നെ എന്താ, ഇത് നിയമം നിർമ്മിക്കുന്ന സഭയാണെന്ന് പറഞ്ഞു. അവിടെ കയറിയിട്ട് മാധവൻ പ്രസംഗിച്ചു. എങ്ങനെയാ പ്രസംഗിച്ചത്? ഇന്ന് പത്രത്താളുകളിലൊക്കെ ഉണ്ട്, ഒരു ചെറുപ്പക്കാരൻ 18 വയസ്സുള്ളവന് ആദ്യത്തെ ബോളിൽ 6 അടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിൽ IPL അരങ്ങേറ്റം കുറിച്ചത്. ഒരു സൂര്യന് എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ ബോളിൽ 6 അടിച്ച ഒരു ചെറുപ്പക്കാരൻ മാധവൻ. ആ മാധവൻ എന്താ അന്ന് നിയമസഭയിൽ പറഞ്ഞത്? ദ ഡിസബിലിറ്റീസ് ഓഫ് ഈഴവാസ് ഇൻ ട്രാവൻകൂർ. ഈഴവന്മാരുടെ ആ ജോലി സംബന്ധമായിട്ട് സഭകളിലുള്ള അപജയങ്ങളെ കുറിച്ചിട്ട് ആ നിയമസഭയിൽ, ആ നാമ്യസഭയിൽ ഇരിക്കുന്ന പകുതി ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞു. കാര്യം എന്താ? ഭാഷ ഇംഗ്ലീഷ് ആയിരുന്നു. നിർഗളമായിട്ടുള്ള ഇംഗ്ലീഷിൽ മാധവൻ ശബ്ദിച്ചത് കൊണ്ടല്ലേ ഞാനും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ യൗവന സുലഭമായ ഭാഷയുണ്ടല്ലോ, അത് ഏറ്റുപാടുകൊണ്ട് അത് കനലായി ഊതിത്തെളിയിച്ചുകൊണ്ട് ജ്വാലയായി സമൂഹത്തിന് മുമ്പിലേക്ക് ബഹിർഗമിക്കുമ്പോഴാണ് മനക്കൽ ചിറ യഥാർത്ഥ ചിറയായിട്ട് മാറുക.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മാധവൻ വീണ്ടും ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്തേക്ക് ചെന്നു, ചോദിച്ചു, എന്താ, എങ്ങനെയാണ് ഈ സമൂഹത്തെ ഒന്നിപ്പിക്കുക, യോജിപ്പിക്കുക, ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാക്കുക? മാധവനോട് പറഞ്ഞു. മാധവൻ എന്ത് ചെയ്തു? ഗുരു പറഞ്ഞു, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവകാശ പോരാട്ടങ്ങൾ നടത്തുവാൻ മാധവനോട് പറഞ്ഞു. മാധവൻ അന്ന് എന്ത് ചെയ്തു? ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയെയും ഈ രാജ്യത്തെ മുസൽമാനെയും ഒക്കെ ചേർത്ത് പിടിച്ചു. കാരണം എന്താ? സമൂഹത്തിനുണ്ടായിരുന്ന അപജയം, സർക്കാർ സർവീസിലേക്ക് കയറാൻ കഴിയുന്നില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഈ രാജ്യത്തെ ഹൈന്ദവ സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങൾക്കും സാധിക്കുന്നില്ല. അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവൻ ഒരുമയോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. അന്ന് കോട്ടയത്ത് തിരുനക്കരയിൽ വെച്ചിട്ട് ടി.കെ. മാധവൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഒരു മൈക്കുമില്ലാതെ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മാധവൻ പ്രസംഗിച്ചു. ആ മാധവൻ പ്രസംഗിച്ചപ്പോൾ ആ മാധവന്റെ വാക്കുകൾക്ക് കനലിന്റെ ശക്തി ഉണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കളെ, അങ്ങനെ കനലിന്റെ ശക്തി ഉണ്ടാക്കുന്ന യുവാക്കളെ ഈ പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സാധിക്കുമോ? അതിനൊരു ഉത്തരം നേടിയെടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ കൂട്ടായ്മയിൽ ഉണ്ടാകേണ്ട ഒരുപാട് ഉത്തരങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇതാ അവിടെ നിന്നുകൊണ്ട് മാധവൻ പ്രസംഗിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയായിരുന്നു, മുസൽമാന് വേണ്ടിയായിരുന്നു. എന്താ? സാഹോദര്യത്തിന്റെ നിറയോട് കൂടിയിട്ട് എല്ലാവർക്കും സർക്കാർ സർവീസിന്റെ എല്ലാ മേഖലയിലും കയറാൻ വേണ്ടിയിട്ടായിരുന്നു മാധവൻ പ്രവർത്തിച്ചത്. അതേ മാധവൻ വീണ്ടും മഹാഗുരുവിന്റെ മുമ്പിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഈ ഏഴകളെ എങ്ങനെയാ ഉയർത്തുക തൃപ്പാദങ്ങളെ എന്ന് ചോദിച്ചപ്പോ മാധവന് മഹാഗുരു കൊടുത്ത മറുപടി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, അധികാരമുള്ളവന്റെ അടുത്തേക്ക് പോയിട്ട് അവകാശങ്ങള് പിടിച്ചു മാറ്റണം മാധവ എന്നാ പറഞ്ഞത്. ഇവിടെ വലിയ ലൈറ്റ് മാത്രമല്ല, വലിയ വഴി മാത്രമല്ല, നല്ല ഓഡിറ്റോറിയവും പണിതു തരണം മനക്കച്ചിറയിലെ കൺവെൻഷൻ നടത്തുവാൻ അധികാര കേന്ദ്രങ്ങള്. കാര്യം എന്താ? ഈ അധികാരങ്ങളൊക്കെ മറ്റു മേഖലകളിലേക്ക് സംഘടിതമായ ബോധവും കൊണ്ട് നേടിയെടുക്കുന്ന മണ്ണായി എൻ്റെ നിങ്ങളും മണ്ണ് മാറുമ്പോൾ എന്തിനാ 903 SNDP യോഗമെന്ന ഈ മഹാപ്രസ്ഥാനം എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഹൃദയത്തിൽ നിന്ന് ഗുരു ഊറി ഊറി നൽകിയതെന്ന് ഇന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടില്ലേ? മനസ്സിലാക്കണം. ആ അധികാരമുള്ളവന്റെ അടുത്തേക്ക് പോയിട്ട് അവകാശങ്ങൾ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് മാധവൻ തയ്യാറായി. മാധവൻ എന്ത് ചെയ്തു? അന്ന് അധികാരമുള്ളവനെ അന്വേഷിച്ചു. ഭാരതത്തില് അന്ന് അധികാരമുണ്ട് എന്ന് പറയാവുന്ന, ശക്തിയുണ്ട് എന്ന് പറയാവുന്ന ആള് അർദ്ധനഗ്നനായ ഫക്കീർ ഗാന്ധിജി ആയിരുന്നു. ആ ഗാന്ധിജിയെ കാണുവാൻ വേണ്ടിയിട്ട് മാധവൻ പോയി. ആ ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ട് മാധവൻ പോയി. പക്ഷേ നമ്മൾ ഓർക്കണം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ അത് സത്യസന്ധമാണ്, അത് ധർമ്മബോധത്തോടു കൂടിയാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് പരാജയം ഉണ്ടാവില്ല. ഇതാ ഉദാഹരണം, ടി.കെ. മാധവൻ സിൽക്ക് ജുബയിട്ട് കടന്നു വന്നവനാണ്. ആൽമൂട്ടി ചാന്നാന്റെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നവനാ. ആ വിപ്ലവത്തിന്റെ പൂത്തിരിയുടെ കയ്യിൽ അനാ പൈസ പോലുമില്ല. ഗാന്ധിജിയെ പോയിട്ട് തിരുനെൽവേലിയിൽ കാണണം, അനാ പൈസയില്ല. എന്തു ചെയ്യും? അറിയാൻ കഴിയാതെ മാധവൻ ദേശാഭിമാനിയുടെ കൊല്ലത്തെ ഓഫീസിലിരിക്കുമ്പോൾ ആ കൊല്ലത്തെ ഓഫീസിലേക്ക് 2 സ്വർണ്ണ പതക്കം വന്നു, തങ്കം വന്നു. അത് മാനേജർ വിറ്റിട്ട് മാധവൻ പറയുന്നു, എനിക്ക് ഗാന്ധിജിയെ കാണാൻ പോകണമെങ്കിൽ കൂടെ സഹായത്തിന് ഒരാൾ വേണം, തിരിച്ചും അങ്ങോട്ടുമായിട്ട് 37 രൂപ വേണം. ആ 37 രൂപ എവിടെ നിന്നുണ്ടാക്കും അറിയില്ല മാധവൻ അങ്ങനെ കൊല്ലത്ത് ദേശാഭിമാനിയുടെ ഓഫീസിലിരിക്കുമ്പോൾ ആ എഡിറ്റർ വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ ഒരു 37 രൂപ ചെക്ക് ഒപ്പിട്ട് തന്നാൽ അങ്ങേക്ക് തരാം. ഓർക്കുക, ഇതാണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത്. ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. അത് കുടുംബയോഗമാവാം, മൈക്രോ യൂണിറ്റ് ആവാം, ശാഖായോഗമാവാം, എവിടെയുമാവട്ടെ, ഒരു സംശയവും വേണ്ട. നാം ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ കീഴടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാ നിങ്ങളുടെ സഹോദരനയ്യപ്പനെ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുമൊരു യൗവനത്തിന്റെ ഭാഷയാണ്. അതാ മാധവൻ അങ്ങനെ തിരുനെൽവേലിയിൽ പോയതുകൊണ്ടാണ് ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്. അങ്ങ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം വന്നു വൈക്കത്തേക്ക്. ആ വൈക്കത്തേക്ക് അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു? പെരിയോറുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചു. അതിനു വേണ്ടിയിട്ട് കേരളത്തിലും പുറത്തുമൊക്കെ വലിയ സപ്ലിമെന്റ് ഇറക്കി. പക്ഷേ ആ സപ്ലിമെന്റിൽ ഗുരുദേവനില്ല, ആ സപ്ലിമെന്റിൽ ടി.കെ. മാധവനില്ല.
2025 എൻ്റെ കേരളം, എൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെയായി നിൽക്കുന്നുവെങ്കിൽ ജ്വലിക്കുന്ന തീക്ഷ്ണമായ ചിന്തയുമായിട്ട് യൗവന സുരഭിലമായിട്ടുള്ള ഭാഷയിൽ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ആ ഉത്തരമുണ്ടാകണമെങ്കിൽ ആ മാധവനെ പഠിക്കണം. ആ മഹാഗുരു ആ മാധവനിലൂടെ പഠിപ്പിക്കുന്ന യൗവനയുക്തതയുണ്ടല്ലോ, അത് പഠിക്കാൻ കഴിയുന്ന, പഠിപ്പിക്കുവാൻ കഴിയുന്ന, സമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ കഴിയുന്നവരായിട്ട് മാറണം. അതുകൊണ്ട് ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നവരായിട്ട് നാം മാറാതെ ഉപ്പിട്ട് കഞ്ഞി കുടിക്കുന്നവരായിട്ട് നമ്മൾ മാറിക്കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഭജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അങ്ങയുടെ തിരുവുള്ളമോറിയ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ ഭജിക്കുന്നത്, നമ്മൾ ഭരിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാ. കാര്യം എന്താ? അവകാശബോധത്തിൻ്റെ അധികാരം എല്ലാ മേഖലയിൽ നിന്നും നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഏറ്റെടുക്കേണ്ട അഭിനവ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ സമസ്ത രംഗങ്ങളുടെയും സൗന്ദര്യങ്ങളെ ഏറ്റെടുക്കാൻ കഴിയണം. ആ ഏറ്റെടുക്കാൻ ഉള്ള ഭാഷയാണ് ശ്രീനാരായണ ഗുരുദേവൻ യുവശോഭയായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ അടുത്ത് ഒരു MD ഡോക്ടർ, 35 വയസ്സുകാരൻ, ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു. എന്തിനാ? ഭാര്യയും MD ഡോക്ടറാണ്, ഇയാളും MD ഡോക്ടറാണ്. പക്ഷേ രാവിലെ കതക് തുറക്കുന്നില്ല. കതക് തുറന്നപ്പോൾ അവിടെ രക്തം കൊണ്ട് എഴുതി വെച്ചിരിക്കുക, ഒറ്റപ്പെട്ടു പോയത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ളതാണ് യുവത്വം എന്ന് പറയുന്നത്. യുവത്വം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ നിലയിൽ നിന്ന് എടുത്ത് ഷീറ്റിലേക്ക് ചാടുക, അവിടെ നിന്ന് വീണ്ടും എടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുക, എന്നിട്ട് ഓടുക. ഞാൻ ഗുണ്ടയെ പേടിച്ചാണ് ഓടുന്നെന്ന് പറയുന്നതാണോ നമ്മുടെ യുവത്വം എന്ന് പറയുന്നത്? അതിനപ്പുറത്തേക്ക് ധർമ്മബോധത്തോടുകൂടി നിൽക്കുവാൻ കഴിയുമ്പോൾ ആരും കതകിൽ കൊട്ടിയാൽ എങ്ങും ഓടേണ്ടി വരില്ല. ഇന്ന് യുവത്വത്തിൻ്റെ വീരത എന്ന് പറയുന്നത് എന്താ? ഞാൻ ഇതൊക്കെ കാണിച്ചിട്ട് റീൽ ചെയ്തിടുക എന്നുള്ളത് യുവത്വത്തിൻ്റെ ഭാഷയാകുന്ന അഭിനവ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനപ്പുറത്തൊരു ഭാഷയുണ്ട്. ആ ഭാഷയുടെ ഹൃദയ യൗവനമാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് SNDP യോഗത്തിൻ്റെ യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാനം മുഴുവൻ പുനഃസംഘടിക്കാൻ പോവുക. ആ പുനഃസംഘടനയിൽ അതിനെ നയിക്കുന്ന SNDP യോഗത്തിൻ്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു, പുതിയൊരു യുവശോഭയുണ്ടാകണം. അതിന് അദ്ദേഹം 35 വയസ്സ് 40 വയസ്സിനോട് ഇടയിലുള്ള ആളുകളെ കേരളത്തിലെമ്പാടും തിരഞ്ഞെടുക്കാൻ പോവുക. അതിന് നമ്മുടെ സുരേഷ് സാറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 14 ജില്ലയിലും ആളുകളെ വെച്ചിട്ടുണ്ട്. എന്തിനാ? ഒരു പുതിയ മൂവ്മെൻ്റ് ഉണ്ടാവണം നമുക്ക്. ആ മൂവ്മെൻ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനൊപ്പം സഞ്ചരിക്കുവാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. നമ്മുടെ മക്കളിൽ ഒരു വിഭാഗം ഇന്ന് എവിടെയാണ്? രാസലീലയുടെ ലഹരിയിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുക. ഇവിടെ നമ്മുടെ സ്വാമിജി ഇരിപ്പുണ്ട്. ആ സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് ഞാനൊരു കൊച്ചു പയ്യനെ ഒരിക്കൽ കൊണ്ട് ഏൽപ്പിച്ചു. വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, സുന്ദരൻ, മിടുക്കൻ, എനർജറ്റിക്ക. അവനെ കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു, സജീഷേ മിടുക്കനാ, എന്നോട് ഇത്ര സ്നേഹം തോന്നിയല്ലോ, ഞാൻ ഏൽപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്വാമി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, സജീഷേ എന്നോട് ഇത്ര വലിയ ദേഷ്യം നിങ്ങൾക്ക് എന്തായിരുന്നു? നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത്ര ക്രൂരത ചെയ്തത്? കാര്യം എന്താ? അവനെ ആശ്രമത്തിൻ്റെ 2ാം നിലയിൽ ഇട്ടിട്ട് സ്വാമിജി എവിടെ പോയി? പ്രസംഗിക്കാൻ പോയി. തിരിച്ചു വരുമ്പോൾ അറിയുന്നത് 2ാം നിലയിൽ നിന്ന് അവൻ താഴേക്ക് എടുത്തു ചാടി തൊട്ടപ്പുറത്ത് കടയിൽ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു സിഗരറ്റ് വേണം. കണ്ടത് കുഞ്ഞതായതുകൊണ്ട് ചേട്ടൻ ചോദിച്ചു, ആർക്കാടാ സിഗരറ്റ്? അതെനിക്ക് വലിക്കാനാ. പോടാനും പറഞ്ഞ് ഓടിച്ചു. കടക്കാരൻ തിരിഞ്ഞപ്പോൾ അവൻ അകത്ത് കയറി സിഗരറ്റ് എടുത്ത് വലിച്ചു. ആ സിഗരറ്റ് എടുത്ത് വലിച്ചു. അവിടെ പ്രശ്നമുണ്ടാക്കി. അവനെ പിടിച്ചു കെട്ടിയിട്ട് സ്വാമിക്കൊരു ഡിജിറ്റൽ റൂം ഭക്തനുണ്ടാക്കി കൊടുത്ത് അവിടെ കൊണ്ട് ഇട്ടു. വൈകുന്നേരമായപ്പോൾ ആ ഡിജിറ്റൽ റൂം മുഴുവൻ ഈ 7ാം ക്ലാസ്സുകാരനെ അടിച്ച് തകർത്തു. എന്നിട്ട് അവൻ വിളിച്ചു പറയുന്നത്, സ്വാമിജി മൊബൈലിലൂടെ എന്നെ കേൾപ്പിക്കുക, എനിക്ക് കഞ്ചാവ് വേണം. ആ കഞ്ചാവ് വേണമെന്ന് പറഞ്ഞവൻ വെറും 7ാം വയസ്സുകാരനാണ്. ഓർക്കുക, ഇന്നത്തെ യുവത്വത്തിൻ്റെ ഭാഷ എവിടേക്ക് പോകുന്നു? അവിടെ ശ്രീനാരായണ ധർമ്മം ഹൃദയത്തിലും ആത്മാവിലും നെഞ്ചിലും പേറുന്ന ഒരു യുവജനത ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നു വരണം. അങ്ങനെ കടന്നു വരണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മുടെ ഈ കൺവെൻഷനുകളിൽ നിന്ന് മടങ്ങുമ്പോൾ നമ്മുടെ ശാഖയിൽ കുമാരി സംഘം ഉണ്ടോ? നമ്മുടെ ശാഖയിൽ ബാലജന സംഘമുണ്ടോ? ബാലജന യോഗമുണ്ടോ? അതുപോലെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ മക്കൾ സ്വാമിജി പ്രസംഗിച്ച് പറഞ്ഞു, സൺഡേ ഈസ് എ പ്രെയർ ഡേ. ആർക്കാ സൺഡേ പ്രെയർ ഡേ?
ആർക്കാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നത്? സൺഡേയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടോ? ഉപ്പില്ലാത്ത കഞ്ഞി കുടിപ്പിക്കുവാൻ, കഞ്ഞി കൊടുക്കണം ഭക്തിയില്ലാത്തവനെന്ന് ഗുരു ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ചപ്പോൾ നമുക്ക് അങ്ങനെയാവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഞായറാഴ്ചകൾ പോട്ടെ, 365 ദിവസത്തിലെ ഏതെങ്കിലും ദിനം അങ്ങനെയാക്കാൻ കഴിയുന്നുണ്ടോ? മക്കളെ ആ പന്ഥാവിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്ന യൗവനങ്ങൾ, അങ്ങനെ കഴിയുന്ന കൗമാരങ്ങളെ സൃഷ്ടിച്ചെടുക്കുമ്പോഴാണ് മനക്കച്ചിറ അർത്ഥപൂർണമായി മാറുന്നത്. ആ ചിറയ്ക്കപ്പുറത്ത് ഒരുപാട് ദൂരം വളരാൻ കഴിയുന്ന, ഹൈവേ ആക്കി മാറ്റാൻ കഴിയുന്ന, 16 നിരയുള്ള ഹൈവേ ആക്കി മാറ്റാൻ കഴിയുന്ന ഇടമായിട്ട് മനക്കച്ചിറയിലെ ശബ്ദങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ പ്രായോഗികവൽക്കരിക്കുന്ന അത്തരം ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് നിറയൗവനമായിട്ട് കടന്നു വരണം. അത്തരത്തിലേക്കുള്ള പരിഭാഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് നമുക്കൊരു SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്, വയസ്സ് 88. സത്യത്തിൽ നമ്മളൊന്നും ചിന്തിക്കുക, അദ്ദേഹത്തിൻ്റെ വയസ്സ് 88. എനിക്ക് നൽകിയ വിഷയം യുവാക്കളെ കുറിച്ചിട്ടാണല്ലോ. ഞാൻ പറയും, 140ഓളം യൂണിയനുകളുള്ള, 7000-നടുത്ത് ശാഖായോഗങ്ങളുള്ള, 10,000-കണക്കിന് മൈക്രോ യൂണിറ്റും 16 കുടുംബയോഗമുള്ള എൻ്റെയും നിങ്ങളുടെയും പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ യുവാവിൻ്റെ പേരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. കാരണം എന്താ? ആ 88-ാമത്തെ വയസ്സിലും 44 വയസ്സിൽ എന്നെയും നിങ്ങളെയും വിട്ടുപിരിഞ്ഞ ആ TK മാധവൻ്റെ യൗവനത്തിൽ 44 എൻ്റെ പ്രായമെന്ന് പറയുന്ന ആ സർഗശക്തിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ യുവാക്കൾ അതിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ യുവാക്കൾ ആ രീതിയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. സമകാലീന ജീവിതത്തിൽ നാം നേടുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങൾക്കെല്ലാം പൊളിച്ചെഴുത്തുമായിട്ട് ഒരു ശബ്ദമായി ശക്തിയായിട്ട് കടന്നു വരുന്ന ഒരു യുവജനതയെ നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ആ ശബ്ദമാണ്, ആ സൃഷ്ടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരനായ വാടാപ്പുറം വാവിയോട് 1921 ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് എന്താ? വാവേ, നീ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ, 7 ദിവസം പണിയെടുത്തിട്ട് നിനക്ക് കൂലി നൽകുന്നില്ല നിന്റെ യജമാനെങ്കിൽ എന്ത് ചെയ്യണം? നീ ചെല്ലുക. നീ ചെന്നിട്ട് ദൈവദശകം ചൊല്ലണ്ട. ദൈവമേ വിളിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളത് സുഖമല്ലേ? ആ സുഖം തമിഴിൽ പറയുന്നുണ്ട്, കഷ്ടപ്പെട്ട് വളച്ചാൽ വളയ്ക്ക മുടിയാതെ, ഇഷ്ടപ്പെട്ട് വളച്ചാൽ വളയ്ക്ക മുടിയും. ആ ഇഷ്ടപ്പെട്ട് ഈ മഞ്ഞക്കൊടിയും പിടിച്ചുകൊണ്ട് വരണം. മനക്കച്ചിറയിലെ കൺവെൻഷനിലേക്ക് വന്നപ്പോൾ തിരുവല്ല മുഴുവൻ മഞ്ഞയാ. വല്ലാത്ത അഭിമാനം തോന്നി. കാരണം എന്താ? ആ മഞ്ഞയോടുള്ള ഒരു മഹാപ്രണയമാണ്, എൻ്റെ പ്രസ്ഥാനത്തോടുള്ള പ്രേമമാണ്. അത് ഇഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നതാ, കഷ്ടപ്പെട്ടുണ്ടാകേണ്ടതല്ല. ആ ഇഷ്ടപ്പെട്ട പ്രണയം ഉണ്ടാകണമെങ്കിൽ കഷ്ടപ്പെടാതെ ആ പ്രണയത്തിലേക്ക്, ശ്രീനാരായണ സർഗവസന്തത്തിൻ്റെ യൗവനത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു തലമുറ സൃഷ്ടിക്കപ്പെടണം. ആ തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ തലമുറ മഞ്ഞക്കൊടിയും പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ്മയാവണം. അവിടെയാണ് യുവാക്കൾ ഇരമ്പി വരിക. ആ യുവാക്കളുടെ ശബ്ദം ഇരമ്പി വന്നെങ്കിൽ മാത്രമേ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും മാറ്റമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും മുമ്പിൽ ഫോൺ ചെയ്തിരിക്കുന്ന രാജേഷിനെ പോലെയുള്ള യുവാക്കളായി പേടിക്കണ്ട കേട്ടോ, വെറുതെ പറഞ്ഞ നമ്മളെല്ലാം മാറണം. കാരണം എന്താ? ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു മീറ്റിങ്ങിൽ പോയി. എവിടെ പോയെന്ന് സുരേഷ് സാറിനറിയാം. അവിടെ ചെന്നപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ഇരിക്കുക. അദ്ദേഹത്തിന് എന്ന് കാണുമ്പോഴും കാണുന്നത് ടീനേജാണ്. ഇന്നലെ കണ്ടപ്പോഴും നമ്മുടെ സുരേഷ് സാറിനെ പോലെ ടീനേജ് ആയിട്ടിരിക്കുക. ആ ടീനേജ് ആയിരിക്കുമ്പോൾ ഞാൻ അടുത്തിരുന്ന് ഇന്നയാളുടെ പ്രായം അറിഞ്ഞിട്ട് പോരുമെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ചോദിക്കേണ്ടി വന്നില്ല. അദ്ദേഹം ആ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടുത്തെ ശാഖയുടെ പ്രസിഡന്റ് മിസ്റ്റർ ലാലുവിൻ്റെ അതേ പ്രായമായി എനിക്ക് എന്ന് പറഞ്ഞാൽ 57 വയസ്സായി എന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല. ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് 57 വയസ്സായി. അദ്ദേഹം പറഞ്ഞു, ഡൈയുടെ മഹത്വം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് ഞാൻ പറയാതെ അങ്ങനെ പറഞ്ഞു. ഏത് ഡൈയുമാവട്ടെ, മുടി കറുത്തതാവട്ടെ വെളുത്തതാവട്ടെ, പക്ഷേ അതിനപ്പുറത്ത് എൻ്റെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യുവശോഭയുടെ ഗർജിക്കുന്ന ചാലകശക്തിയായി മാറുന്ന ഒരു ജ്വാലയായി, ആ ദീപപ്രോജ്വലനത്തിൽ നിന്ന് സഹോദരൻ ഇവിടെ കൊണ്ടുവന്ന് നൽകിയ ആ ജ്വാലയുണ്ടല്ലോ,
ആ ജ്വാല സഹോദരനയ്യപ്പനെ പോലെ ചിന്തിക്കുന്ന, ഭരണശക്തി നമ്മുടെ കയ്യിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഉണരിൻ സഹചരെ പുതുയുഗത്തിന് പിറവിയായി എന്ന് പ്രഖ്യാപനം ചെയ്യുന്ന ചിന്തയുടെ രതിരഥമേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യുവശക്തിയുടെ ജ്വാലയായി മനക്കൽച്ചിറയിൽ കൺവെൻഷനിൽ നിന്ന് അഭിമാനബോധത്തോടുകൂടി ആത്മാംശത്തോടുകൂടി ഒരു യുവജനത പിറവിയെടുക്കട്ടെ. അതിനു വേണ്ടത് അച്ഛനും അമ്മയുമാണ് അവനെ പഠിപ്പിക്കുവാൻ. ആ മാതൃത്വം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകളുടെ നന്മ പാതകാണിക്കയായി ഭഗവാന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഏത് പ്രവർത്തനങ്ങളും പുതിയൊരു യുവത്വത്തിൻ്റെ ശോഭയുള്ളതായിട്ട് സമൂഹത്തിൽ പുത്തൻ മാറ്റങ്ങളുടെ നവവ്യവസ്ഥിതി സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ. ധർമ്മം ജയിക്കട്ടെ.